ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കവർ ചെയ്യേണ്ടുന്ന കുറച്ച് പോർഷൻസ് അതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നീട് വരുന്നത് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കുറേ ജനറേഷൻ ഓൺവേർഡ്സ് ഇതുവരെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കും. അതിൽ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി പ്രോഗ്രാംഡ്, മൾട്ടി ടാസ്കിംഗ്, മൾട്ടി പ്രോസസ്സർ, പിന്നെ റിയൽ ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്, അങ്ങനെ കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിരിക്കും ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. പിന്നെ വരുന്നത് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ്. രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫങ്ഷൻസ് എന്ന് വെച്ചാൽ പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, IO മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, പിന്നെ അത് കൂടാതെ സെക്യൂരിറ്റി, ഓതന്റിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി ഫങ്ഷൻസും. ഇതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യും. പിന്നെ വരുന്നത് സ്ട്രക്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കുറേ കാലം മുതൽ ഇപ്പോൾ വരെ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചറിൽ നിന്ന് കുറച്ച് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. അതിൽ സിമ്പിൾ സ്ട്രക്ചർ, മോണോലിത്തിക്, മൈക്രോ കേർണല്, ലെയേർഡ്, അങ്ങനെ 5 ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നീട് വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതിൽ ബൂട്ടിംഗ് എന്താണ്, സിസ്റ്റം ബൂട്ടിംഗ് എന്താണ്, അതുപോലെ കേർണൽ എന്താണ്, യൂസർ കേർണൽ മോഡ്, സിസ്റ്റം കോൾസ്, അതിൽ ഫോർക്ക് സിസ്റ്റം കോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി കമ്മിങ് വീഡിയോസിൽ ഇത് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം.